കനത്ത മഴയിൽ മതിലും നടവഴിയും ഇടിഞ്ഞു വീണു. മാങ്കാവ് പട്ടേൽ താഴം സ്വദേശികളായ ഷിജു, ദിനേശൻ എന്നിവരുടെ വീട്ടുമതിലുകളാണ് ഇടിഞ്ഞു വീണത്. നടവഴി ഇടിഞ്ഞതോടെ പുറത്തിറങ്ങാനാവാതെ ദിനേശിന്റെ കുടുംബവും. വിവരങ്ങൾ അഞ്ജന സുകുമാരൻ നൽകും. അഞ്ജന, എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ രാത്രിയിൽ കോഴിക്കോട് ജില്ലയിലെ പല ഭാഗത്തും കനത്ത മഴ ഉണ്ടായിരുന്നു. മാങ്കാവിലും ഇതുപോലെ തന്നെയായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. ഈ മഴയിലാണ് ഈ പട്ടേൽ താഴം സ്വദേശിയായ ഷിജുവിൻ്റെയും ഒപ്പം തന്നെ ദിനേശിൻ്റെയും വീടിനോട് ചേർന്നിരിക്കുന്ന ഈ കാണുന്ന മതിലോട് ചേർന്നിരിക്കുന്ന ഈ നടവഴി ഇടിഞ്ഞ് താഴേക്ക് വീണത്. ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ഭീകരാവസ്ഥ. ഇവിടെ മൊത്തം ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വിള്ളലുണ്ട്. ഈ വീടിന് പോലും ഇത് അപകടം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, ഈ കാണുന്ന നടവഴി ഇടിഞ്ഞ് വീണതോടെ തൊട്ടപ്പുറത്തുള്ള ദിനേശിൻ്റെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുന്നു. കാരണം ഈ ഒരു നടവഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ വീട് 4 ചുറ്റും മതിൽ കെട്ടിപ്പൊക്കിയ വീടാണ്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ പുറത്തിറങ്ങാനാകുന്നില്ല. ഈ മതിലിൻ്റെ പുറകുവശം പൊളിച്ച് അവിടെ നിന്നും അവരെ പുറത്തിറക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇതിനോടകം തന്നെ പുറകുവശം മതിലിന്റെ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ചേട്ടാ, ഇന്നലെ രാത്രിയിൽ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇത് പുലർച്ചയ്ക്ക് ഒരു 5 മണിക്കാണ് ഉണ്ടായത്. ഞാൻ ഇവിടുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ശബ്ദം കേട്ടത്. ശബ്ദം കേട്ടപ്പോൾ ഓടി വന്ന് നോക്കിയപ്പോൾ താഴെ ഒരു മതിലുണ്ടായിരുന്നു, അത് വീണു. അതിനുശേഷം മൊത്തത്തിൽ ഒന്നായിട്ട് ഇടിഞ്ഞു വീഴുണ്ടായത്. ഈ 2 വീടിനും കൂട്ടിയിട്ട് ഈ ഒരു നടവഴി ഉണ്ടായിരുന്നുള്ളൂ? അതെ, 4 കൂട്ട് ആകെ വഴിയാണുള്ളത്. രണ്ട് വീട്ടുകാർക്കും കൂടെയുള്ള ഒരു വഴിയാണ്, 4 കൂട്ട് വഴി ആകെ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു. അതെ, ഇന്നലെ ശക്തമായ മഴ, ഒരു 3 മണി മുതൽ തൊട്ട് മഴയുണ്ടായിരുന്നു. ഒരുപാട് പഴക്കം ചെന്ന മതിലോ മറ്റോ ആണോ? വലിയ പഴക്കമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ വഴീൻ്റെ ആ മതിൽ അത്ര സേഫ്റ്റി അല്ല ഉണ്ടായിരുന്നതാണ്. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇവിടേക്ക് വരാനായിട്ട്? ആ വീട്ടിലേക്കും പോകാനും അത് മാത്രമേ ഉള്ളൂ? ഈ ഒരു വഴി തന്നെ ഉള്ളൂ. 2 വീട്ടുകാർക്കും വേറെ വഴിയില്ല. അപ്പോൾ ഈ വീട്ടുകാർ ഇപ്പോൾ ആകെ കുടുങ്ങി കിടക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവരെ മതിൽ പൊളിച്ചിട്ട് പുറത്തേക്ക് എടുക്കണം. അവർ ബാക്കിൽ മതിൽ പൊളിച്ചിട്ട് അവർക്ക് പുറത്തേക്ക് വരണം. പുള്ളിയാണ് ആ വീട്ടിൻ്റെ ആൾ. ഇതാണ് ആ കുടുങ്ങിക്കിടക്കുന്ന വീട്ടിലെ ആള്. എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്? മതിൽ ചാടി കിടക്കുകയാണ്. മതിൽ പൊളിക്കാൻ പോകുന്നു. ചേട്ടൻ മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യയും 2 പെൺകുട്ടികളും. അതിൽ ഒരു പെൺകുട്ടിയുള്ളൂ ഇവിടെ. ബാക്കിലെ പുറകുവശമാണോ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്? പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ വീടിനും കൂടെ ഒരു ഭീഷണി ഉണ്ടാവുന്നുണ്ട് അവിടെ? അതെ അതെ അതെ. മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടും തറ അടക്കം പോരില്ല. ഇവിടെ തന്നെ നോക്കിയാൽ കാണാം, ഈ ഭാഗമാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്തും ഇവിടെ വീടിനോട് തൊട്ട് ഈ ഭാഗത്ത് വരെ വിള്ളൽ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ആ കുടുങ്ങിക്കിടക്കുന്ന വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കാനായി പുറകുവശത്തുള്ള മതിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം കൗൺസിലർ കൂടെ ചേരുന്നുണ്ട്. അവരെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി മതിൽ പൊളിക്കുന്നുണ്ടല്ലേ? അതെ അതെ അതെ. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അവർക്ക് അവർ വീട്ടിലേക്കുള്ള വഴി പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. താഴെ നല്ല ആഴ്ചയുള്ള ഭാഗത്തേക്കാണ് ഈ മതിൽ വീണിരിക്കുന്നത്. തൊട്ടടുത്തൊരു വീടിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതിൻ്റെ അടുക്കള ഭാഗത്തേക്കാണ് ഈ മതിൽ വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അപകടാവസ്ഥയിലേക്കാണ് ആ വീടും നിൽക്കുന്നത്. മുകളിലുള്ള 2 വീട്ടുകാരും അപകടത്തിലാണ് നിൽക്കുന്നത്. ഏത് സമയവും ഈ വീടിൻ്റെ മുറ്റവും അതുപോലെ മറ്റു ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുന്ന രീതിയിലേക്കാണ്. ഉടൻ തന്നെ മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് തന്നെ ഷീറ്റ് വാങ്ങി വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഈ വീട്ടുകാർക്ക് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പിന്നീട് ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഈ 2 വീടും വാസയോഗ്യമാവും എന്ന് പോലും സംശയിക്കേണ്ടി വരുന്നുണ്ട്. അതെ അതെ. വീടിന് കൂടി പരിക്ക് പറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ അപകടം വന്നിരിക്കുന്നത്. അവരെ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി. കാരണം അത്ര രീതിയിലുള്ള നല്ല മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും പല വീടുകളിലും ഇതേപോലെ മതിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നലെ രാത്രിയിൽ വലിയ മഴയുണ്ടായിരുന്നു. ഈ ഒരൊറ്റ വഴി മാത്രം വീടുകളിലേക്കുമായിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന മതിലും അതോടൊപ്പം ഉണ്ടായിരുന്ന നടവഴിയും ഒന്നാകെ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. നല്ല താഴ്ചയുള്ള സ്ഥലം തന്നെയാണ്. ഈ വീട് ഉൾപ്പെടെ വലിയ രീതിയിലൊരു അപകടാവസ്ഥ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കുടുംബത്തെ പുറത്തിറങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് മതിലിൻ്റെ പുറകുവശം പൊളിച്ച് നീക്കുകയായിരുന്നു. ആ വീടിൻ്റെ ഉടമസ്ഥൻ മതിൽ ചാടിക്കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു രീതി ഉണ്ടായി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും ഈ 2 വീടും വാസയോഗ്യമായിരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. മോത്തി, ശരി. മഴ ദുരിതം ഉണ്ടാക്കുന്നു, അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മതിലും വഴിയും അടക്കം ഇടിഞ്ഞു പോയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് അഞ്ജന സുകുമാരനാണ്. 2 കുടുംബങ്ങളുടെ ദുരവസ്ഥ.